Neymar Junior. Le Brésilien Neymar est sur le point de signer au Paris Saint-Germain. Neymar permission to discuss a world record transfer deal with Paris Saint-Germain. Neymar débarque à Paris contre 222 millions. നെയ്മർ കഥകൾ അത് ഇനി എത്ര വർണ്ണിച്ചാലും പറഞ്ഞവസാനിപ്പിക്കാൻ തോന്നാത്ത മടുക്കാത്ത അമൂല്യ നിമിഷങ്ങൾ തന്നെയാണ്. ഇന്ന് അയാളെ അവിശ്വസിക്കുന്നവർക്ക് പോലും അയാളുടെ കഴിഞ്ഞ കാലത്തെ ഒന്ന് തള്ളിപ്പറയാൻ സാധിക്കാത്ത വണ്ണം തന്നെയാണ് ഓരോ മൈതാനങ്ങൾക്ക് നടുവിലും അയാൾ തീർത്തുവെച്ച അനശ്വരത. അതു കണ്ണുകൾ കൊണ്ട് സാക്ഷിയായവർ അന്നും ഇന്നും അയാളെന്ന കാൽപന്ത് സ്വത്വത്തെ മതിമറന്ന് പ്രാപിച്ചു നിൽക്കുന്നവർ തന്നെയാണ്. തന്നെ തള്ളിപ്പറഞ്ഞവരെയും വിമർശിച്ചവരെയും വെല്ലുവിളിച്ചവരെയും അവിശ്വസിച്ചവരെയും എല്ലാം ഓരോ മൈതാനങ്ങൾക്കും നടുവിലിട്ട് പച്ചയ്ക്ക് കത്തിച്ചു നിൽക്കുന്ന ഒരു ഉഗ്രരൂപമുണ്ടായിരുന്നു അയാൾക്ക്. അയാളുടെ കാലുകളിലെ സാമ്പാ മാന്ത്രികത കൊണ്ട് പലരുടെയും ഉറക്കം കളഞ്ഞ മണിക്കൂറുകൾ. അയാളുടെ അത്തരം വെർഷനുകളെല്ലാം കണ്ടു തീർത്തവർക്ക് നെയ്മർ എന്നും ഒരു മടുക്കാത്ത സിംഫണി തന്നെയാണ്. അതിലയാൾ ദേവതാളങ്ങളും അസുരതാളങ്ങളും ഒരുപോലെ ഉയർത്തിക്കൊണ്ടേയിരുന്നു. പരുക്കൻ അടവുകൾക്കല്ലാതെ അയാളെ ഒന്ന് നിലക്കി നിർത്തുവാൻ സാധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് ഇന്ന് നെയ്മറൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞു വാദിക്കുന്നവർക്ക് മുന്നിൽ അയാൾ ചെയ്തു വെച്ച അത്തരം കഥകൾ കാലാകാലങ്ങളിൽ സദാ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയൊരു കഥ തന്നെയാകട്ടെ എന്നും ചാമ്പ്യൻസ് ലീഗിൻ്റെ വേദികളിൽ നെയ്മർ എന്ന പ്രതികാരദാഹിയുടെ കഥ. അന്ന് 2019-20 ചാമ്പ്യൻസ് ലീഗ് വേദിയിലെ റൗണ്ട് 16 വേദിയിൽ ആദ്യ പാദത്തിൽ PSG ഡോട്ട്മുണ്ടും ഇഡൂന പാർക്കിൽ നേർക്കുനേർ വരുന്നുണ്ട്. എന്നാൽ അന്ന് സംഭവിച്ചത് PSG നെയ്മർക്കും പ്രതികൂലമായിട്ടായിരുന്നു. 66,000 വരുന്ന കാണികൾക്ക് മുന്നിൽ PSG നാണം കെട്ട് മടങ്ങേണ്ടി വരുന്നുണ്ട്. ഡോട്ട്മുണ്ട് ആരാധകരുടെ ചാൻഡുകൾക്ക് നടുവിൽ നെയ്മറും PSG പാരീസുകാരും 2-1 പരാജയം ഏറ്റുവാങ്ങി മടങ്ങുന്നുണ്ട്. എന്നാൽ ആ മത്സരത്തിൽ PSG വേണ്ടി ഒരു ഗോൾ മടക്കിയത് നെയ്മർ ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിൽ ആ പരാജയമുണ്ടാക്കിയ മുറിവ് ചെറുതൊന്നുമായിരുന്നില്ല. കാരണം ഡോട്ട്മുണ്ടിന് വേണ്ടി ഇരട്ട ഗോൾ നേടിയ എർലിംഗ് ഹാലൻഡ് എന്ന കൗമാരക്കാരൻ അയാൾക്കും പരാജയത്തിനും നടുവിലങ്ങനെ കലങ്ങി മറിയുന്നുണ്ടായിരുന്നു. കാരണം രണ്ടാമതായി സീൽ ചെയ്യപ്പെട്ട ഗോളിന് ശേഷം എർലിംഗ് ഹാലൻഡ് എന്ന കൗമാരക്കാരൻ PSG പരിഹസിക്കും തരത്തിൽ ഒരു സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. അത് സെൻ എന്ന് വിളിപ്പേരുള്ള യോഗ സെലിബ്രേഷൻ. കൂടാതെ അന്ന് രാത്രി ബൊറൂസിയ ഡോട്ട്മുണ്ട് ടീം ഒന്നുകൂടെ ചെയ്തു വെക്കുന്നുണ്ട്. ഒരു പോസ്റ്റ് അവർ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അതെ, പാരീസും ഞങ്ങൾക്കുള്ളതാണ് എന്ന്. ഡോട്ട്മുണ്ട് ആരാധകരുടെ നിരന്തരമായ പരിഹാസനങ്ങളും ഹാളൻഡിൻ്റെ ആ മെഡിറ്റേഷൻ സെലിബ്രേഷനുമെല്ലാം പാരീസുകാരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടേയിരുന്നു. എന്നാൽ അവരാരും ചിന്തിക്കാതെ പോയ ഒന്നുണ്ടായിരുന്നു. രണ്ടാം പാദത്തിനായി പാരീസിലേക്ക് വണ്ടി കയറിയ ഡോട്ട്മുണ്ട് ആരാധകർക്ക് ആ വേദിയിൽ കാത്തുവെച്ചത് സാവോ പോളോയുടെ മണൽപ്പരപ്പുകളിൽ നിന്നും കാലുകൾ കൊണ്ട് ഇന്ദ്രജാലം തീർത്ത് ഈ ലോക ഫുട്ബോളിനെ ആനന്ദിപ്പിച്ചവൻ്റെ പ്രതികാരമായിരുന്നു. രണ്ടാം പാദത്തിലും വിജയം മാത്രം ഉറപ്പിച്ചുകൊണ്ട് പാരീസിൻ്റെ ഗാലറിയിലേക്ക് എത്തിയ ഡോട്ട്മുണ്ട് ആരാധകർക്കിടയിലൂടെ പ്രിൻസസ് സ്റ്റേഡിയത്തിലേക്ക് അയാൾ വലങ്കാൽ വെച്ചിറങ്ങുന്നത് കാണാം. തോൽവിയുടെ ആഘാതത്തെ വിജയത്തിലൂടെ നിർവീര്യമാക്കിയെടുക്കുവാൻ ടുഷേലും സംഘവും തീരുമാനിച്ചുറപ്പിക്കുമ്പോൾ മറുവശത്ത് പാരീസ് കീഴടക്കുവാൻ ബൊറൂസിയ ഡോട്ട്മുണ്ട് അതേ ടീമിനെ തന്നെയായിരുന്നു നിയോഗിച്ചത്. ഫ്രാൻസിലെ സ്പീഡി സ്ട്രൈക്കറും അർജന്റീനയുടെ മാലാഗയും മെഡിസൺ കവാനിയും എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും പ്രതീക്ഷകളെല്ലാം നെയ്മറിൻ്റെ കാലുകളിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാകണം നടക്കാൻ പോകുന്ന ചരിത്രങ്ങളെ ഓർത്ത് കാലം പോലും ഒന്ന് മന്ദഹസിച്ച് കാണും. കാരണം മുൻകാലങ്ങളിൽ അയാൾ നേരിട്ട് ഇത്തരം മത്സരഫലങ്ങളുടെ അവസാനം കളം വിട്ടതെല്ലാം പ്രതികാരങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ചിട്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ആ മത്സരം പാരീസിൽ ആരംഭിക്കുന്നുണ്ട്. ഇരു ടീമുകളും മുന്നേറ്റവും പ്രതിരോധവും ഒരുപോലെ കോർത്തിണക്കിയപ്പോൾ മത്സരം ആവേശത്തിലേക്ക് കടന്നു. അതിനിടയിൽ അയാളുടെ സിൽക്കി മൂവുകളും സ്കില്ലുകളും പലവട്ടം ഡോട്ട്മുണ്ട് ആരാധകരെ പരീക്ഷിക്കുന്നുണ്ട്. മിനിറ്റ് സൂചി 28-ാം മിനിറ്റിലേക്ക് സഞ്ചരിച്ചെത്തുന്നുണ്ട്. ഡിമെരിയുടെ കോർണർ ഉയർന്നു താഴ്ന്ന് ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ബോക്സിലേക്ക് വരുന്നുണ്ട്.
ഡിഫൻസ് എല്ലാം നോക്കി നിൽക്കെ ആ പന്തിനെ തൻ്റെ തല കൊണ്ട് നെയ്മർ വലയിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. അതെ, പാരീസിൽ PSG ലീഡെടുക്കും. ആ ഗോൾ PSG അഗ്രിഗേറ്റിൽ ഒപ്പമെത്തിക്കുകയായിരുന്നു. കൂടാതെ നെയ്മർ തൻ്റെ ആരാധകരോട് തിരിച്ചു വരുന്ന ആഹ്വാനം നടത്തുന്നുണ്ട്. കൂടെ അയാൾക്കൊന്നുകൂടി ബാക്കിയുണ്ടായിരുന്നു. അതെ, ഡോട്ട്മുണ്ടിൽ അയാൾ ബാക്കി വെച്ച ഒരു സെലിബ്രേഷൻ, എർലിംഗ് ഹാളൻഡ് നടത്തിയ അതേ മെഡിറ്റേഷൻ സെലിബ്രേഷൻ. ആ നിമിഷം വരെ ആഘോഷങ്ങൾ കൊണ്ട് ആറാടിയിരുന്ന ഡോട്ട്മുണ്ട് ആരാധകരെയും എർലിംഗ് ഹാളൻഡിനെയും സഹതാരങ്ങളെയും ആ നിമിഷങ്ങൾ ഒരുപോലെ പൊള്ളിക്കുന്നുണ്ട്. നെയ്മർ ഡോട്ട്മുണ്ട് ആരാധകർക്ക് മുന്നിൽ നരകതുല്യനായി അവതരിച്ച മണിക്കൂറുകൾ. പിന്നീട് വന്ന മിനിറ്റുകളിൽ നെയ്മർ കൃത്യമായി കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കാഴ്ചകളായിരുന്നു. കീ പാസുകൾ, ട്രൂ ബോളുകൾ, നോ ലുക്ക് പാസുകൾ, ക്വിക്ക് ടേണുകൾ, സ്കില്ലുകൾ, അങ്ങനെ ചെറിയൊരു നെയ്മർ ഷോ. ചാമ്പ്യൻസ് ലീഗ് വേദികളിൽ എക്കാലത്തും ഓർത്തിരിക്കാവുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു അന്ന് അയാൾ തീർത്തുവെച്ചത്. കൂടെ ഹാഫ് ടൈമിന് പിരിയും മുന്നേ ബെർണാഡിൻ്റെ ഗോൾ കൂടിയാകുമ്പോൾ PSG മുന്നിലേക്ക് എത്തുന്നുണ്ട്. രണ്ടാം പകുതിയിൽ ഡോട്ട്മുണ്ടിന് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. നെയ്മർ തൻ്റെ ടീമിൻ്റെ ലീഡിനെ നിലനിർത്തുവാനായി സദാസമയവും കളിയെ നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഹാളൻഡും സംഘവും അവരുടെ തോൽവി നേരിൽ കാണുന്നു. നേറിയ മനസ്സുമായി ഡോട്ട്മുണ്ട് ആരാധകർ ഓരോന്നായി പാരീസിൻ്റെ ഗാലറി വിട്ടുകൊണ്ടേയിരുന്നു. കാഹളമെല്ലാം പതിയെ നിശബ്ദമായപ്പോൾ അവരുടെ നടുവിൽ അയാളെങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അതെ, അതിനർത്ഥം ഇങ്ങനെയായിരുന്നു: പാരീസിലേക്ക് ക്ഷണിച്ചത് വിജയം ആഘോഷിക്കാനല്ല, തോൽവിയുടെ വേദന എന്താണെന്ന് നിങ്ങളെ നേരിൽ കാണിക്കാനാണ്. ആ പ്രതികാരത്തിൻ്റെ പ്രഹരം ആ രാത്രിയിൽ അവരുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടേയിരുന്നു. കൂടാതെ ആ മുറിവിനെ വീണ്ടും കുത്തി നോവിക്കും പോലെ PSG താരങ്ങളെല്ലാം കൂട്ടമായി ചേർന്ന് അതേ മെഡിറ്റേഷൻ സെലിബ്രേഷൻ. ഒടുക്കം ആ രാത്രി PSG ടീം ഒരു T2 കൂടെ കുറിക്കുന്നുണ്ട്. അതെ, പാരീസ് ഞങ്ങളുടെ മാത്രമാണെന്ന്. ആ ചരിത്രവും തിരിച്ചുവരവും പ്രതികാരവുമെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു. പാരീസിലേക്ക് ഞങ്ങളെ കീഴ്പ്പെടുത്താൻ വരുന്നവർ നേരിടേണ്ടതും കീഴടക്കേണ്ടതും ഒരു ബ്രഹ്മരക്ഷസിനെയാണെന്ന്. അതെ, സർവ്വതും അയാളുടെ സ്കില്ലുകളിൽ നാമാവിശേഷമായി പോകുമെന്ന്. അതെ, നെയ്മർ യഥാർത്ഥത്തിൽ പാരീസുകാരുടെ സുൽത്താൻ തന്നെയായിരുന്നു. അവരുടെ സ്വപ്നങ്ങളെ പകുതിയിലേറെ പ്രാപിക്കാൻ സഹായിച്ചവൻ, യൂറോപ്പിലെ പല വമ്പന്മാരുടെയും ഉറക്കം കളഞ്ഞവൻ. നെയ്മർക്ക് ഒരു ഭൂതകാലമുണ്ടായിരുന്നു. ഇന്ന് നിഷേധിക്കുന്നവരും അവിശ്വസിക്കുന്നവർക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള ഭൂതകാലം. അവിടെ അയാൾക്ക് തെളിയിക്കാനായി ഒന്നും ഉണ്ടായിരുന്നില്ല, ചെയ്യാൻ സാധിക്കാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല. സർവ്വസീമകൾക്കും അതീതമായിരുന്നു അയാൾ. സർവ്വതും അയാളുടെ കാലുകൾക്ക് വഴങ്ങിക്കിടക്കുന്നത് കാണാം. തോൽവികളിൽ വിജയനായകനായി അവതരിക്കുന്നത് കാണാം. സ്കില്ലുകൾ കൊണ്ട് ഈ ഫുട്ബോൾ ലോകത്തെ പരകോടിയിലേക്ക് എത്തിക്കുന്നതും കാണാം. അതുകൊണ്ട് തന്നെ പലരും ഇന്നു കാണുന്ന നെയ്മറുമായി ഒന്നും വിലയിരുത്തേണ്ടതില്ല. ആ പഴയ കഥകളിലെ പകുതി നെയ്മർ പോലും വേണമെന്നില്ല ഈ യുഗങ്ങളിൽ അയാൾക്ക് സർവ്വതും വീണ്ടെടുപ്പ് നടത്തുവാൻ. ഒന്ന് മാത്രം ഓർക്കുക: why this world still talking about him? Because his aura still ruled the world. Neymar qui débarque à Paris contre 222 millions d'euros, le transfert du siècle. Le voilà, Neymar sur le sol parisien.